ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ലോറൻസ് സീരീസ് ആൻഡ് ടൈലർ സീരീസ്. നിങ്ങൾക്കറിയാം കോംപ്ലക്സ് ഇൻ്റഗ്രേഷനകത്ത്, അതായത് നിങ്ങളുടെ ലീനിയർ ഓൾജിബ്ര ആൻഡ് കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്ന സബ്ജക്റ്റുകാരുടെ തേർഡ് ആൻഡ് ഫോർത്ത് മോഡ്യൂളിനകത്തൊരു ടോപ്പിക്കാണ് ലോറൻസ് സീരീസ് ആൻഡ് ടൈലർ സീരീസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ടൈലർ സീരീസ് എന്താ, ലോറൻസ് സീരീസ് എന്താ, അതിൻ്റെ ഫോമുല ഒന്നും വേണ്ട. ഞാൻ പക്ഷേ ആ ഫോമുല അവിടെ എഴുതിയിരിക്കുന്നത് എനിക്കിനി സിംഗുലാരിറ്റീസ് പഠിപ്പിക്കണം. അപ്പോൾ ഇത് ഫോമുല വെച്ചിട്ടാണ് പറയാനുള്ളത്. ആദ്യം സിംഗുലാരിറ്റീസ് പറഞ്ഞിട്ടാണ് ശരിക്കും ഇത് പഠിപ്പിക്കാനുള്ളത്. നമുക്കിപ്പോൾ പ്രോബ്ലം ചെയ്യുന്ന എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും തിയറിയെ ഒന്നും പറയുന്നില്ല. ഞാൻ ഡയറക്റ്റായിട്ട് പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. ടൈലർ സീരീസ്, ലോറൻസ് സീരീസ് ഒന്നും നമ്മൾ ചിന്തിക്കത്തില്ല. നമ്മൾ എന്ത് മാത്രമേ ആലോചിക്കുന്നുള്ളൂ, ഇതിപ്പോൾ ലോറൻസ് തിയറം ഫോമുലയാണ്. ഈ ഫോമുല പിന്നെ ഒരിക്കൽ കൂടി എടുത്ത് പറഞ്ഞു തരാം എന്താണ്. നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം പഠിക്കുന്നത്. മോഡ് ഇസഡ് ഇസ് ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തറിയാം, സർക്കിളാണ് വിത്ത് സെൻറ്റർ 0,0 ആൻഡ് റേഡിയസ് ആറാന്ന് നമുക്കറിയാമല്ലോ. ഓക്കെ, ഇത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റാണ്. അപ്പം ഈ സർക്കിളിനകത്താണോ പുറത്താണോ എന്നൊക്കെ നമ്മുടെ ഒരു റേഞ്ച് തന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ ലോറൻസ് സീരീസ് എന്ന് പറയുന്നത് എപ്പോഴും റേഞ്ച് എന്ന് പറയുന്നത് മോഡ് ഇസഡ് ലെസ് ദാൻ 1, അതായത് ഇസഡിൻ്റെ നേരെ ലെസ് ദാൻ പോയിൻ്റ് ചെയ്ത് നിൽക്കണം, അപ്പുറത്തെ സൈഡ് 1 ആയിരിക്കണം. ആ തരത്തിലാണ് നമ്മൾ എപ്പോഴും ഇസഡിൻ്റെ വരണമെന്നില്ല, ഇസഡ് ബൈ എന്നോ എ ബൈ ഇസഡ് എന്നോ എന്തോ ആയിക്കോട്ടെ, ഇസഡ് നിൽക്കുന്ന സൈഡിലേക്ക് ലെസ് ദാൻ്റെ പോയിൻ്റ് നോക്കി നിൽക്കണം. ഇതാണ് നമ്മുടെ ആവശ്യം. നമുക്ക് ക്വസ്റ്റ്യനിൽ ചിലപ്പം പോയിൻ്റ് തന്നിട്ട് നമ്മൾ ചെയ്യാറുണ്ട്, അതല്ല ചിലപ്പോൾ ഇങ്ങനത്തെ റേഞ്ച് തന്നിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്യാറുണ്ട്. നമുക്ക് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പാൻഡ് f of z is equal to 1 by z minus 1 into z minus 2 in, അതിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻ ഉണ്ട്. മോഡ് z ലെസ് ദാൻ 1, അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 1 ലെസ് ദാൻ മോഡ് z ലെസ് ദാൻ 2, തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മോഡ് z ഗ്രേറ്റർ ദാൻ 2 ആൻഡ് 0 ലെസ് ദാൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ 0 ലെസ് ദാൻ മോഡ് z മൈനസ് 1 ലെസ് ദാൻ 1. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്കിനകത്ത് ഏതാണ്ട് എല്ലാ പാർട്ടും നമുക്കിനകത്ത് വരുന്നുണ്ട്. ഇത് പറഞ്ഞു തരുമ്പോൾ നമുക്ക് എല്ലാ പാർട്ടും വരും. ആദ്യം നമുക്ക് ഈ തന്നേക്കുന്ന ഫംഗ്ഷൻ 1 ബൈ z മൈനസ് 1 ഇൻറ്റു z മൈനസ് 2, ഡിനോമിനേറ്ററിൽ എത്ര ഫംഗ്ഷനുണ്ട്? ഡിനോമിനേറ്ററിൽ 2 ഫംഗ്ഷനാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതിന് ആദ്യം ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യണം. ഫാക്ടറൈസ് ചെയ്യുന്നത് നമ്മൾ കോഷീസ് ഇൻ്റഗ്രൽ ഫോമിലേക്കകത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും, പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്തിട്ട് ഇയാളെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. ഈ 1 ബൈ z മൈനസ് 1 ഇൻറ്റു z മൈനസ് 2നെ സ്പ്ലിറ്റ് ചെയ്ത് a ബൈ z മൈനസ് 1 പ്ലസ് b ബൈ z മൈനസ് 2 എന്ന് എഴുതും. ദറ്റ് ഈസ് 1 ഇസ് ഈക്വൽ ടു a ഇൻറ്റു z മൈനസ് 2 പ്ലസ് b ഇൻറ്റു z മൈനസ് 1. പുട്ട് z ഇസ് ഈക്വൽ ടു 2. ഇസഡിന് 2 കൊടുക്കുമ്പം എന്താ കിട്ടുക, ഈ ടേം 0 ആയി പോവും. 1 ഇസ് ഈക്വൽ ടു 2 മൈനസ് 1 എന്ന് പറയുമ്പം b എന്ന് കിട്ടും. സോ b ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. അതേപോലെ പുട്ട് z ഇസ് ഈക്വൽ ടു 1 കൊടുക്കുവാണെങ്കിൽ 1 ഇസ് ഈക്വൽ ടു 1 മൈനസ് 2 എന്ന് പറഞ്ഞാൽ മൈനസ് a ഓർ a ഈക്വൽ ടു മൈനസ് 1 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, therefore നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും, 1 ബൈ z minus 1 into z minus 2 is equal to minus 1 by z minus 1 പ്ലസ് 1 ബൈ z മൈനസ് 2. ഇതാണ് നമ്മുടെ മെയിൻ സ്റ്റെപ്പ്. നമുക്കിതുപോലെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് നിൽക്കണം. ഇനിയാണ് നമ്മൾ ഓരോ പ്രോബ്ലമായിട്ട് എടുത്ത് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, മോഡ് z ലെസ് ദാൻ 1. അപ്പോൾ റേഞ്ച് കറക്റ്റാണ്. മോഡ് z ലെസ് ദാൻ 1 ആവുന്ന രീതിയിലല്ലേ നിൽക്കണം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ z എവിടെയല്ല, ന്യൂമറേറ്ററിൽ. അപ്പോൾ z ന്യൂമറേറ്ററിലാണോ ഡിനോമിനേറ്ററിലാണോ? സപ്പോസ് നമുക്ക് ഇതേ ക്വസ്റ്റ്യനെ മോഡ് z ലെസ് ദാൻ 2 എന്നായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 2നെ കൂടി ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് മോഡ് z ബൈ 2 ലെസ് ദാൻ 1 എന്നുള്ള ഫോമിലാണ് നിൽക്കുക. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നമ്മുടെ z ന്യൂമറേറ്ററിലാണോ ഡിനോമിനേറ്ററിലാണോ നിൽക്കുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ സീരീസ് എക്സ്പാൻഡ് ചെയ്യുന്നത്. അതായത് 1 ബൈ z മൈനസ് 1 ഇൻറ്റു z മൈനസ് 2 ഇസ് ഈക്വൽ ടു മൈനസ് 1 ബൈ, നമ്മളെന്താ ഇപ്പോൾ എഴുതിയിരിക്കുന്നത്, z മൈനസ് 1 പ്ലസ് 1 ബൈ z മൈനസ് 2 എന്നല്ലേ. ഇവിടുന്ന് ആരെങ്കിലും ഒരാളെ പുറത്തെടുത്തിട്ട് ഇതിനെ 1 പ്ലസ് x റേസ് ടു മൈനസ് 1 എന്നുള്ള ഫോമിലാക്കണം, അല്ലെങ്കിൽ 1 മൈനസ് x റേസ് ടു മൈനസ് 1. ആ ഫോമിലേക്ക് ആക്കാനായിട്ട് ആരെ പുറത്തെടുക്കണം എന്നുള്ളത് അത് ഈ റേഞ്ച് നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. z ന്യൂമറേറ്ററിലാണെങ്കിൽ ഇവിടെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. z ഡിനോമിനേറ്റർ ആണെങ്കിൽ അവിടെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത് z ആയിരിക്കും. അപ്പോൾ z ന്യൂമറേറ്ററിലായിട്ട് ഇവിടുന്ന് ആരെ പുറത്തേക്ക് എടുത്താൽ മതി, കോൺസ്റ്റൻറ്റിനെ പുറത്തെടുത്താൽ മതി. അപ്പോൾ 1 പ്ലസ് അല്ലെങ്കിൽ 1 മൈനസ് എന്നുള്ള രീതിയിലാവാനായിട്ട് മൈനസ് 1 പുറത്തേക്ക് എടുക്കുമ്പോൾ ഇത് 1 മൈനസ് z എന്നാവും. അതുപോലെ ഇപ്പുറത്താണെങ്കിൽ 1 ബൈ മൈനസ് 2 പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ എന്താ വരിക, ഇത് z ബൈ 2 മൈനസ് z ബൈ 2 പ്ലസ് 1 എന്ന് വരും. മൈനസ് 2ൻ്റെ സ്ഥാനത്ത് 1 ആയി, ഇസഡിൻ്റെ സ്ഥാനത്ത് മൈനസ് 2 ഇല്ലാത്തതുകൊണ്ട് ഇസഡ് ബൈ മൈനസ് 2, അതാണ് മൈനസ് ഇസഡ് ബൈ 2. ഇനി ഈ ഡിനോമിനേറ്ററുള്ള ഫംഗ്ഷനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകണം. ഇവിടുത്തെ മൈനസും കൂടെ പ്ലസ് ആയി. അപ്പോൾ 1 ബൈ
1 മൈനസ് ഇസഡ്, അതുപോലെ ഈ മൈനസ് അങ്ങനെ തന്നെ കിടക്കുവാണ്, -1/2 ഇൻറ്റു 1 മൈനസ് Z/2. ഇപ്പം ഞാൻ എന്താ ചെയ്തത്, -Z/2 ഫ്രണ്ടിൽ നിന്നതിന് രണ്ടാമത് കൊണ്ടുകൊടുത്തു. ഇനി നമുക്ക് ഫോമുലയുണ്ട് 1 മൈനസ് x റേസ് ടു -1 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര എന്ന് ഫോമുലയുണ്ട്. ഈ ഫോമുല യൂസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞ ആദ്യം സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡിനോമിനേറ്ററിനെ 1 പ്ലസ് അല്ലെങ്കിൽ 1 മൈനസ് x റേസ് ടു -1 എന്നുള്ള ഫോമുല ആക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് കോൺസ്റ്റൻ്റ് ആണോ ഇസഡ് ആണോ പുറത്തെടുക്കണേന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മലയാളത്തിൽ എഴുതി വെച്ചോളാം. നിങ്ങൾക്ക് തന്നേക്കുന്ന ഈ റേഞ്ച് (1) എന്നൊക്കെ പറഞ്ഞ് തന്നേക്കുന്നുണ്ടോ, ഈ തന്നേക്കുന്ന റേഞ്ചിൽ (1) എന്ന് കാണുമ്പോൾ ഇസഡ് എവിടെ നിൽക്കുന്നത്, ന്യൂമറേറ്ററിൽ നിന്നാൽ അവിടെ നിന്ന് പുറത്തേക്ക് എടുക്കേണ്ട കോൺസ്റ്റൻറ്റിനെയാണ്. മലയാളത്തിൽ സൈഡിൽ എഴുതി വെച്ചോ, ഇസഡ് ന്യൂമറേറ്റർ നിൽക്കുന്ന രീതിയിലാണ് റേഞ്ച് തന്നേക്കുന്നതെങ്കിൽ കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുക്കണം. അതുകൊണ്ടാണ് കോൺസ്റ്റൻറ്റ് ഇവിടെ -1 പുറത്തേക്ക് എടുത്തപ്പോൾ 1 മൈനസ് ഇസഡ് വന്നു, ഇവിടുന്ന് -2 പുറത്തേക്ക് എടുത്തപ്പോൾ -Z/2 + 1 എന്ന് വന്നു. വേണ്ട, അപ്പോൾ അതും 1 മൈനസ് Z/2 എന്നുള്ള ഫോമിലായില്ലേ. ഡിനോമിനേറ്ററിന് ന്യൂമറേറ്റർ കൊണ്ടുപോകണം. 1 മൈനസ് ഇസഡ് ദ ഹോൾ റൈസ് ടു -1 -1/2 ഇൻറ്റു 1 മൈനസ് Z/2 ദ ഹോൾ റൈസ് ടു -1. ഇനി ഇതിന് വെറുതെ എക്സ്പാൻഡ് ചെയ്ത് നിർത്തിയാൽ മതി, കൂടുതൽ സിംപ്ലിഫൈ ചെയ്ത് സമയം കളയണ്ട, തെറ്റിക്കുകയും വേണ്ട. അപ്പോൾ ഇതിന് എന്താ, ദിസ് ഇസ് ഈക്വൽ ടു 1 മൈനസ് Z/1 ഈ ഫോമുല പോലെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 പ്ലസ് ഇസഡ് പ്ലസ് ഇസഡ് സ്ക്വയർ പ്ലസ് ഇസഡ് ക്യൂബ് പ്ലസ് എക്സെട്ര -1/2 ഇൻറ്റു 1 മൈനസ് x⁻1 പോലെയല്ലേ, അപ്പോൾ 1 പ്ലസ് Z/2 പ്ലസ് Z/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് Z/3 the whole cube plus etc. Z/2 the whole cube plus etc. ആൻസർ ആയി കഴിഞ്ഞു. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ നിർത്തിയിരുന്നാലും മതി. വേണമെങ്കിൽ ഈ 1ഉം -1/2 കൂടെ 1/2, ഇസഡും -Z/4 കൂടെ സിംപ്ലിഫൈ ചെയ്താൽ, ഇസഡ് സ്ക്വയറും -Z²/4 കൂടെ സിംപ്ലിഫൈ ചെയ്താൽ അത് നിങ്ങളുടെ ഇഷ്ടം, ഇങ്ങനെ നിർത്തിയാലും മതി, തെറ്റ് വരുത്തരുതെന്നേ ഉള്ളൂ. ഇവിടെ എനിക്ക് പറയാനുള്ള കാര്യം, ഇവിടെ ഈ (1) മീനിങ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ സീരീസ് എക്സ്പാൻഡ് ചെയ്തപ്പോൾ കണ്ടോ, എല്ലായിടത്തും ഇസഡ് എന്ന് പറയുന്ന ടേം ന്യൂമറേറ്ററിലല്ലേ ഉള്ളത്. അപ്പോൾ ആ ടേമിനെയാണ് നമ്മൾ (1) ഈ റേഞ്ചിനകത്ത് (1) എന്ന് പറഞ്ഞാൽ സർക്കിളാണ്, വിത്ത് സെൻറ്റർ 0 0 ആൻഡ് റേഡിയസ് 1. ഈ സർക്കിളിനകത്താണ് നമ്മൾ ഈ സീരീസ് റെപ്രസെൻറ്റേഷൻ ചെയ്തേക്കുന്നത്. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്തുവായിരുന്നു, ഇവിടെ 1 ((2). രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 1 ((2). ഇതേപോലെ 2 പാർട്ട് ഉണ്ടെങ്കിൽ അതിന് 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. 1 എന്നുള്ള ഒരു പാർട്ട് എഴുതണം, അടുത്ത പാർട്ട് ((2) എന്നുള്ളത് അടുത്ത പാർട്ട് എഴുതണം. നമുക്ക് എപ്പോഴും എങ്ങനെ വേണമെന്ന് ഞാൻ പറഞ്ഞത്, ((1) എന്നുള്ള ഫോമിൽ നമ്മൾ എപ്പോഴും അറേഞ്ച് ചെയ്ത് നിർത്തണം. അതായത് (Z) നേരെ ലെസ് പോയിന്റ് ചെയ്ത് നിൽക്കണം. ഇവിടെ ലെസ് നിൽക്കുന്ന ആർക്ക് നേരെയാണ്, 1ന് നേരെ. അവിടെ ഇസഡ് വരണമെങ്കിൽ എന്ത് ചെയ്താൽ ഈ ഇസഡിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നത്, ഇപ്പോൾ 1/(Z) <(1). അതുപോലെ ഇവിടെ ഇസഡിൻ്റെ നേരെ തന്നെയാണ് ലെസ് നിൽക്കുന്നത്, ബട്ട് ഇപ്പുറത്തെ സൈഡ് എന്തല്ല 1 അല്ല 2 ആണ്. അപ്പോൾ ഇവിടെ 1 ആവാൻ വേണ്ടി മൊത്തത്തിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പോൾ (Z/2) <((1). ഇപ്പോൾ മനസ്സിലായോ? ഞാൻ പറഞ്ഞതിൻ്റെ മീനിങ് ഇതാണ്, നമ്മളതിൽ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇസഡ് നിൽക്കുന്ന സൈഡിലേക്കായിരിക്കും ലെസ് എന്നുള്ള പോയിന്റ് നിൽക്കേണ്ടത്. ഇത് ഞാൻ പരീക്ഷയ്ക്ക് എഴുതാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഇസഡ് നിൽക്കുന്ന സൈഡിലേക്ക് ലെസ് പോയിന്റ് നിൽക്കണം എന്ന് ആലോചിച്ചിട്ട് പ്രോബ്ലം ചെയ്ത് കൊടുക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതിപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്ത് നിർത്തി, റീജിയൻ അറേഞ്ച് ചെയ്ത് നിർത്തി. ഈ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, 1/(Z-1) ഇൻറ്റു Z-2 ഇസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, -1/(Z-1) ബി എന്ന് പറഞ്ഞാൽ +1/(Z-2). ഇനി ആരെ പുറത്തെടുക്കണം എന്ന് ആലോചിക്കാം. ഇവിടെ 1/Z ആണ്, ഇവിടെയാണെങ്കിലോ Z/2. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇസഡ് ന്യൂമറേറ്ററില്ല, അപ്പോൾ കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുത്താൽ 2 പുറത്തേക്ക് എടുത്താൽ Z/2 എന്നുള്ള ടേം എനിക്ക് ഇവിടെ കിട്ടും. 1/Z വന്നേക്കുന്ന കാരണം ഈ ടേമിലാണ് നമുക്ക് എന്താ ഇസഡ് പുറത്തേക്ക് എടുത്താൽ 1/Z വരാൻ ചാൻസ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ 1/Z ഉള്ളത് കാരണം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇസഡ് പുറത്തേക്ക് എടുക്കുക. അപ്പം -1/Z പുറത്തേക്ക് എടുക്കുമ്പോൾ ഇസഡിൻ്റെ സ്ഥാനത്ത് 1 ആയി, -1/Z പ്ലസ് രണ്ടാമത്തെ പാർട്ടിൽ നിന്ന് ഞാൻ 2 പുറത്തേക്ക് എടുക്കുമ്പോൾ 2 പുറത്തേക്ക് എടുത്തു, അപ്പോഴേക്കും അത് Z2 അല്ല -2 പുറത്തേക്ക് എടുക്കാം. അപ്പോൾ Z/-2 +1 എന്ന് വന്നു. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ നമുക്കൊന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് -1/Z കണ്ടോ, ഈ -1/Z ഇൻറ്റു 1 - 1/Z ദ ഹോൾ റൈസ് ടു -1. ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്റർ കൊണ്ടുപോയി -1 ഇട്ടു. അടുത്ത -1/2 ഇൻറ്റു ഈ 1 - Z/2നെ ന്യൂമറേറ്റർ കൊണ്ടുപോകുമ്പം അത് ഞാൻ 1 എഴുതുവാണ്. രണ്ടാമത്തെ ടേമായ -Z/2നെ രണ്ടാമത് എഴുതുവാണ്, -Z/2 ദ ഹോൾ റൈസ് ടു -1. ഇപ്പോൾ നമ്മുടെ 1 - x⁻1 പോലെ എക്സ്പാൻഡ് ചെയ്ത് വെച്ചാൽ പോരെ. ദിസ് ഈക്വൽ ടു -1/Z ഇൻറ്റു 1 + 1/Z പ്ലസ് 1/Z ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര -1/2 ഇൻറ്റു 1 + Z/2 പ്ലസ് Z/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് Z/2 ദ ഹോൾ ക്യൂബ് പ്ലസ് എക്സെട്ര. ആൻസർ ഇത്രയേ ഉള്ളൂ.
അപ്പോൾ തന്നേക്കുന്ന റീജിയനിൽ ഇസഡ് നിൽക്കുന്ന സൈഡിലേക്ക് ലെസ് ദാൻ എന്നുള്ള പോയിന്റ് വരണം. ഇനി ഇവിടെ നിന്നാണ് ഇസഡ് പുറത്തെടുക്കേണ്ടത്, ഇവിടെ 2 ആണ് പുറത്തെടുക്കേണ്ടതെന്ന് എങ്ങനെയാണ് ടീച്ചറിന് മനസ്സിലായി എന്നാണ് ചോദിക്കാൻ പോകണമെങ്കിൽ 1/z ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമോ? ഇസഡ് പുറത്തേക്ക് എടുത്താൽ ഇവിടെ 2/z അല്ലേ ഉള്ളൂ, എനിക്കിവിടെ 2/z എന്നൊരു ടേം ഇല്ലല്ലോ, എനിക്ക് 1/z അല്ലേ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നിന്ന് നമ്മൾ എന്തെടുത്തത്, ഇസഡ് പുറത്തേക്ക് എടുത്തത്. ഇസഡ് പുറത്തേക്ക് എടുത്തപ്പോൾ ആദ്യത്തെ ആൾ 1 അടുത്ത് 1/z, അപ്പോൾ എൻ്റെ ഈ ടേം വന്നു. അതുപോലെ z/2 എനിക്ക് 2 ഉള്ള ഇക്വേഷൻ ഇത് മാത്രമാണ്. ഈ ഇക്വേഷനിൽ z/2 ആവാൻ വേണ്ടി എന്ത് പുറത്തേക്ക് എടുത്താൽ 2 പുറത്തേക്ക് എടുത്താൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്ത് വയ്ക്കുക, ഈ ഇസഡ് ന്യൂമറേറ്ററിലുള്ള ടേം ആണെങ്കിൽ അവിടെ നിന്ന് കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുക്കണം. ഇസഡ് ഡിനോമിനേറ്ററിലാണ് എടുക്കണമെങ്കിൽ ആ ഇക്വേഷനകത്ത് നിന്ന് ഇസഡ് ആണ് പുറത്തേക്ക് എടുക്കേണ്ടത്. ഓക്കെ, അടുത്ത നമ്മുടെ ഇക്വേഷൻ എന്തുവായിരുന്നു, മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 2. അപ്പോൾ അത് ചെയ്യാം. മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറയുമ്പം ഞാനിപ്പോൾ പറഞ്ഞതാണ് ഇസഡിന് നേരെ എപ്പോഴും എന്ത് സിമ്പിളിൽ നിൽക്കാൻ പാടുള്ളൂ, ലെസ് ദാൻ സിമ്പിളിൽ നിൽക്കാൻ പാടുള്ളൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 2. ഇതെനിക്ക് എൻ്റെ റീജിയൻ പോലെയല്ല, എനിക്ക് എപ്പോഴും ലെസ് ദാൻ്റെ നേരെ ആരെ വരണം, ഇസഡ് വരണം. അപ്പോൾ അങ്ങനെ വരാനായിട്ട് ഇസഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ഗ്രേറ്റർ ദാൻ 2 മോഡ് ഇസഡ് ഓർ 2 മോഡ് ഇസഡ് ലെസ് ദാൻ 1 എന്ന് തിരിച്ച് എഴുതുന്നതാണ്. ഇവിടെ വേറെ റീജിയൻ ഇല്ല, ഇവിടെ ഉള്ള ആകെ ഒരു റീജിയനിൽ ഇസഡ് ഡിനോമിനേറ്ററിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ 1/z-1 ഇൻറ്റു z-2നെ നമ്മൾ -1/z-1 എന്നും +1/z-2 എന്നും എഴുതി. ഈ രണ്ട് പ്രോബ്ലത്തിന് രണ്ട് ടേമിനകത്തും ഒരിടത്ത് നിന്ന് z ഒരിടത്ത് 2 എന്നും ചിന്തിക്കരുത്. കഴിഞ്ഞതിനകത്ത് 2 റീജിയൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഓക്കെ, കഴിഞ്ഞ പ്രോബ്ലം ഞാൻ ചെയ്തപ്പോൾ അവിടെ എനിക്ക് 2 റീജിയൻ, അപ്പുറത്തെ പേജായിരുന്നു, 2 റീജിയൻ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, അവിടെ നിന്ന് ഇസഡും 2 ഒക്കെ പുറത്തേക്ക് എടുത്തത്. പക്ഷേ ഇവിടെ എന്താണ്, ആകെ ഒരെണ്ണേ ഉള്ളൂ റീജിയൻ, 2 മോഡ് ഇസഡ് ലെസ് ദാൻ എന്ന് കിടക്കണം. അവിടെ ഇസഡ് എവിടെയാണ് കിടക്കുന്നത്, ഡിനോമിനേറ്ററിൽ. സോ ഇസഡിനെ പുറത്തെടുക്കേണ്ടത് -1/z പുറത്തേക്ക് എടുക്കുമ്പം ഇസഡിൻ്റെ സ്ഥാനത്ത് 1ഉം -1/z നോക്കിക്കേ, 2/z പോലെ താഴെ തന്നെ ഇസഡ് വന്നു. പ്ലസ് അടുത്ത ടേമിൽ നമ്മൾ ഇസഡ് പുറത്തേക്ക് എടുക്കുവാണെങ്കിൽ 1 - 2/z. ഓക്കെ, എൻ്റെ ആ ടേം 2/z വന്നു. ഈ 2/z-നേക്കാളും ചെറിയ ടേം 1/z. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് തന്നെയാണ് ഈ 1/z എന്നുള്ള ടേം. അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ -1/z ഇൻറ്റു 1 - 1/z the whole raised to -1 plus 1/z ഇൻറ്റു 1 - 2/z the whole raised to -1. ഇനി എക്സ്പാൻഡ് ചെയ്താൽ മാത്രം മതി. -1/z ഇൻറ്റു 1 plus 1/z plus 1/z the whole square plus etc. plus 1/z into 1 plus 2/z plus 2/z the whole square plus etc. Answer right. Okay. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, 0 ലെസ് ദാൻ മോഡ് z - 1 ലെസ് ദാൻ 1 എന്നാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ കിടക്കുന്നത്. അപ്പോൾ 0 ലെസ് ദാൻ മോഡ് z - 1 ഒരു സർക്കിളല്ല, ഇതിനകത്ത് നിന്ന് ആദ്യം എനിക്ക് ഒരെണ്ണം എടുക്കാൻ പറ്റുള്ളൂ, അത് മോഡ് z - 1 ലെസ് ദാൻ 1 ആണ്. ഇതിൻ്റെ അർത്ഥം എവിടെയൊക്കെ ഇസഡ് ഉണ്ടോ, ഇവിടെ എല്ലാം ഇസഡ് തനിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാ ടേമിലും അതുപോലെ ഇസഡ് തനിച്ചാണ് നിൽക്കുന്നത്. ബട്ട് ഇവിടെ ഇസഡ് തനിച്ചല്ല, ഇസഡിൻ്റെ കൂടെ ഒരു z - 1 ഉണ്ട്. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ എവിടെയൊക്കെ ഇസഡ് ഉണ്ടോ അത് z - 1 എന്നുള്ള ഫോമിൽ നിൽക്കണം. z - 1 ഇൻറ്റു z - 2 എന്നുള്ളതല്ലേ ക്വസ്റ്റ്യൻ. അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് -1/z - 1 എന്നും +1/z - 2 എന്നും നിൽപ്പുണ്ട്. ഇസഡ് ലെസ് ദാൻ 1 എന്നായിരുന്നെങ്കിൽ നമുക്ക് ഇസഡ് പുറത്ത് കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ ഇസഡ് അല്ല, z - 1. അതായത് ഈ പ്രോബ്ലത്തിന് എല്ലായിടത്തും ഇസഡ് ഇൻ ടേംസ് ഓഫ് എന്തിൽ നിൽക്കണം, ക്വസ്റ്റ്യൻ ആൻസർ ഇൻ ടേംസ് ഓഫ് z - 1 നിൽക്കണം. സോ ഈ -1/z - 1 എന്ന് പറയുന്നത് ഓക്കെയാണ്. z - 1 ഇവിടെയുണ്ട്, ഇതും z - 1. അപ്പോൾ അതിനൊന്നും ചെയ്യേണ്ട. അടുത്ത് നോക്കിക്കോളേ, 1/z - 2നെ z - 1 ആക്കാനായിട്ട് z - 1 എന്ന് എഴുതിയാൽ പോരെ, -2നെ -1 എന്ന് എഴുതിയപ്പോൾ ഒരു z - 1 ഒന്നിച്ച് വന്നു. എനിക്ക് z - 1 ലെസ് ദാൻ 1, z ന്യൂമറേറ്ററിലാണെങ്കിൽ ആരെയും പുറത്തേക്ക് എടുക്കേണ്ടത്, കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കണം. ഇയാളിൽ നിന്ന് ആരെയും പുറത്തെടുക്കാൻ പറ്റില്ല, കാരണം അവിടെ ആകെ ഒരു ടേമുള്ളൂ z - 1. പക്ഷേ ഇവിടെ 2 ടേം ഉള്ളതുകൊണ്ട് അവിടുന്ന് ഞാൻ മൈനസ് കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണെങ്കിൽ -1ൻ്റെ സ്ഥാനത്ത് 1 ആവും, -z - 1 എന്നുമായി. ഓക്കെ, that is equal to -1/z - 1. ഈ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ -1 - z - 1 the whole raised to -1. ഓക്കെ, ഇപ്പോൾ നോക്കിക്കേ, -1/z - 1 ഈ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ ആ ഫ്രണ്ടിലത്തെ മൈനസ് സൈൻ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. that is equal to -1/z - 1 മൈനസ് ഓഫ് നമ്മുടെ ഫോമുല അനുസരിച്ച് ഇത് 1 + z - 1 plus z - 1 the whole square plus z - 1 the whole cube plus etc. ആൻസർ ആയി കഴിഞ്ഞു.
അപ്പോൾ എപ്പോഴും ഓർമ്മിക്കേണ്ട കാര്യം ഇവിടെ ഇപ്പോൾ മോഡ് ഇസഡ് പ്ലസ് വണ്ണോ ഇസഡ് മൈനസ് വണ്ണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇസഡ് എന്നല്ലാതെ ഇസഡ് പ്ലസ് വൺ ഇസഡ് മൈനസ് വൺ അങ്ങനെ വല്ലതും വരുവാണെങ്കിൽ നമ്മുടെ ഡിനോമിനേറ്ററിൽ എവിടെയൊക്കെ ഇസഡ് ആൻസറിലുണ്ടോ അതൊന്നും തനിച്ച് നിൽക്കാൻ പാടില്ല. കണ്ടോ, ഇസഡ് മൈനസ് വൺ ഇസഡ് മൈനസ് വൺ ഇസഡ് മൈനസ് വൺ ഈ പറഞ്ഞിരിക്കുന്ന റേഞ്ച് പോലെ എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് നിൽക്കാൻ പാടുള്ളൂ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, നമുക്കൊരു പ്രോബ്ലം തന്നിട്ട് ഞാൻ ലോറൻസും ടൈലേഴ്സും ഒന്നും എന്താണെന്നൊന്നും പറയാതെ ഞാൻ വെറുതെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഞാൻ പറഞ്ഞു ഡിനോമിനേറ്ററിൽ പാർഷ്യൽ ഫ്രാക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുമ്പോൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്താ, ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി ആയിരിക്കണം ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രിയെക്കാളും കൂടുതൽ. അത് എപ്പോഴും ഓർത്തോളണം. ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി എന്തായിരിക്കണം, ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രിയെക്കാളും കൂടുതലായിരിക്കണം. പിന്നെ ഈ ലോറൻസ് അല്ലെങ്കിൽ ടൈലർ സീരീസ് ചോദിക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ പ്രോബ്ലത്തിനകത്ത് ഇസഡ് നിൽക്കണം. ഇങ്ങനെ ഇത് റേഞ്ചാണ് ഈ തന്നിരിക്കുന്നത്. ഈ ടേമിലാണ് സീരീസ് എക്സ്പാൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ റേഞ്ച് ആയി തന്നിരിക്കുന്നത്. അപ്പം ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇസഡിനെ നിർത്തണം. മോഡ് ഇസഡ് ലെസ് ദാൻ 1 ഈ ഒരു ഫോമിലായിരിക്കണം എല്ലാവരും നിൽക്കേണ്ടത്. എവിടെയൊക്കെ ഇസഡിൻ്റെ പുറത്ത് ഗ്രേറ്റർ ദാൻ ഉണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തുവാ, ഏതൊരു പ്രോബ്ലം ചെയ്തപ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാൻ എന്നൊക്കെ വന്നില്ലേ, മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 2 വന്നു. പക്ഷെ അത് സാരമില്ല, നമുക്ക് ഇസഡ് എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ്റെ നേരെ നിൽക്കണം. അതൊന്നും ഭയങ്കരമായിട്ട് ഓർമ്മിച്ചോളണം. മോഡ് ഇസഡിൻ്റെ നേരെ എപ്പോഴും എന്ത് സിമ്പലിൽ നിൽക്കാവൂ, ലെസ് ദാൻ എന്നുള്ള ഈ സിമ്പൽ മാത്രമേ നിൽക്കാവൂ. ഇപ്പുറത്ത് 1 വരുന്ന രീതിയിലുമാണ് അറേഞ്ച് ചെയ്യേണ്ടത്. ഈ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത് പോലെയാണ് ഇവിടുന്ന് കോൺസ്റ്റൻറ്റിനെയാണോ ഇസഡിനെയാണോ പുറത്തെടുക്കണേന്ന്. ഇവിടെ മോഡ് ഇസഡ് ബൈ എ എന്നാണ് നമുക്ക് വരുന്നതെങ്കിൽ എന്ത് പുറത്തേക്ക് എടുക്കണം, കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുക്കണം. ടേക്ക് കോൺസ്റ്റൻറ്റ് ഔട്ട്സൈഡ്. ഓക്കെ, അതുപോലെ എ ബൈ മോഡ് ഇസഡ് ലെസ് ദാൻ, ഇങ്ങനെ മോഡ് ഇസഡ് ലെസ് ദാൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതി കഴിയുമ്പോൾ എ ബൈ മോഡ് ഇസഡ് എന്നുള്ള ഫോമിൽ വരികയാണെങ്കിൽ അവിടെ നിന്ന് ടേക്ക് ഇസഡ് ഔട്ട്സൈഡ്, ഇസഡ് നമ്മൾ എന്ത് ചെയ്യണം, പുറത്തേക്ക് എടുക്കണം. ഇതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. അടുത്ത് പറഞ്ഞിട്ടെ, ഫൈൻ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഓഫ് എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ മൈനസ് 1 ബൈ ഇസഡ് പ്ലസ് 2 ഇൻറ്റു ഇസഡ് പ്ലസ് 3. റീജിയൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മോഡ് ഇസഡ് ലെസ് ദാൻ 3യും സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 2 ലെസ് ദാൻ മോഡ് ഇസഡ് ലെസ് ദാൻ 3. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണേ. അപ്പോൾ നമ്മൾ എന്താ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ സീരീസ് എക്സ്പാൻഷൻ ചെയ്യാൻ പോവുകയാണ്. ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പ്രോബ്ലം ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, നമുക്ക് ഈ തന്നേക്കുന്ന ഡിനോമിനേറ്ററിൽ ഒന്നിൽ കൂടുതൽ ഫാക്ടർ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം തന്നെ പാർഷ്യൽ ഫ്രാക്ഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുമ്പോഴാണ് കാണുന്നത് ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി എന്താ, ഡിഗ്രി ഓഫ് ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, 2 ആണ്. ഡിഗ്രി ഓഫ് ഡിനോമിനേറ്ററും എന്ത് തന്നെയാണ്, 2 ആണ്. കാരണം ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇസഡ് ഇൻറ്റു ഇസഡ് ഇസഡ് സ്ക്വയർ ആവരണം, അതും 2. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, പാർഷ്യൽ ഫ്രാക്ഷൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. ഇസഡ് പ്ലസ് 2 ഇൻറ്റു ഇസഡ് പ്ലസ് 3 എന്ന് പറഞ്ഞാൽ എന്താ, ഇസഡ് പ്ലസ് 2 ഇൻറ്റു ഇസഡ് പ്ലസ് 3 എന്ന് പറഞ്ഞാൽ ഇസഡ് സ്ക്വയർ പ്ലസ് 5z പ്ലസ് 6 ആണ്. ഞാൻ ഇസഡ് സ്ക്വയർ മൈനസ് 1നെ ഇസഡ് സ്ക്വയർ മൈനസ് 1 ബൈ ഇസഡ് പ്ലസ് 2 ഇൻറ്റു ഇസഡ് പ്ലസ് 3 എന്നല്ലേ ഡിനോമിനേറ്റർ കിടക്കുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ എന്തെന്ന് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്, ഇസഡ് സ്ക്വയർ പ്ലസ് 5z പ്ലസ് 6 ഡിവൈഡ് ചെയ്യുവാണേ. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ ടേമിന് ഈ ഡിനോമിനേറ്ററിലെ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതായത് ഇസഡ് സ്ക്വയർ ബൈ ഇസഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. അതാണ് മുകളിൽ എഴുതാനുള്ളത്. എന്നിട്ട് ഈ 1 കൊണ്ട് ഇയാളുടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ താഴെ എഴുതും. ഇസഡ് സ്ക്വയർ പ്ലസ് 5z പ്ലസ് 6 താഴെ എഴുതി. ഇനി ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യുമ്പം ക്യാൻസൽ ചെയ്യുമ്പം ഇസഡ് സ്ക്വയറും മൈനസ് ഇസഡ് സ്ക്വയറും 0. ഇസഡിൻ്റെ ടേം മുകളിൽ ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം 0 മൈനസ് 5z എന്ന് പറയുമ്പോൾ ഇത് മൈനസ് 5z, -1 -6 എന്ന് പറഞ്ഞാൽ -7. എന്നിട്ട് എന്താ ഇപ്പോൾ എഴുതേണ്ടത്, ഇസഡ് സ്ക്വയർ മൈനസ് 1 ബൈ ഇസഡ് പ്ലസ് 2 ഇൻറ്റു ഇസഡ് പ്ലസ് 3 ഇസ് ഈക്വൽ ടു Q പ്ലസ് R ബൈ D. കോഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ 1 ആണ് കോഷ്യൻ്റ്. റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ഈ കിട്ടിയ ആൻസർ -5z -7 ബൈ ഡിവൈസർ എന്ന് പറയുന്നതാണ് ഇസഡ് സ്ക്വയർ പ്ലസ് 5z പ്ലസ് 6. അതെന്തിനെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ കിട്ടിയതാണ്, ഇസഡ് പ്ലസ് 2 ഇൻറ്റു ഇസഡ് പ്ലസ് 3നെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ കിട്ടിയതാണ്. സോ ദിസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, 1 മൈനസ് ഓഫ് 5z പ്ലസ് 7 ബൈ ഇസഡ് പ്ലസ് 2 ഇൻറ്റു ഇസഡ് പ്ലസ് 3. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഡയറക്റ്റ് ആയിട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു. നമ്മൾ അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് പാർഷ്യൽ ഫ്രാക്ഷൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ രണ്ടായിട്ട് നമ്മൾ Q പ്ലസ് R ബൈ ഡി എന്നുള്ള ഫോമിൽ എഴുതി. ഇനി ഈ R ബൈ ഡി എന്നുള്ള ടേം നോക്കിക്കേ, ഇവിടെ ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി 2 ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി 1 ആണ്. അപ്പോൾ ഇവിടെ നമുക്കിനി എന്ത് ചെയ്യാം, പാർഷ്യൽ ഫ്രാക്ഷൻ കൊടുക്കാം. അതായത് 5z പ്ലസ് 7 ബൈ ഇസഡ് പ്ലസ് 2 ഇൻറ്റു ഇസഡ് പ്ലസ് 3 ഇസ് ഈക്വൽ ടു A by Z plus 2 plus B by Z
പ്ലസ് 3. ദറ്റ് ഈസ് നമുക്ക് ആദ്യം ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5z പ്ലസ് 7 ഇസ് ഈക്വൽ ടു a ഇൻറ്റു ഇസഡ് പ്ലസ് 3 പ്ലസ് b ഇൻറ്റു ഇസഡ് പ്ലസ് 2 എന്ന് വന്നു. പുട്ട് ഇസഡ് ഇസ് ഈക്വൽ ടു -3. ഇസഡിന് -3 കൊടുക്കുമ്പോൾ ഈ ടേം മൊത്തത്തിൽ എന്താവും 0 ആവും. 5 ഇൻറ്റു -3 -15 പ്ലസ് 7 എന്ന് പറഞ്ഞാൽ -8 ഇസ് ഈക്വൽ ടു -3 പ്ലസ് 2 മൈനസ് എന്തുവാ 1 ആണ്. അപ്പം -b എന്ന് വരുന്നുണ്ട്. ഓർ b ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി നമുക്ക് 8 എന്ന് കിട്ടി. അതേപോലെ പുട്ട് ഇസഡ് ഇസ് ഈക്വൽ ടു -2 കൊടുക്കുവാണ്. ഇസഡിന് -2 കൊടുക്കുമ്പം 5 ഇൻറ്റു -2 -10 -10 പ്ലസ് 7 -3 ഇസ് ഈക്വൽ ടു -2 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ എന്താ 1 ആണ് a. ഓർ a ഈക്വൽ ടു -3. അടുത്ത ടേം അങ്ങ് 0 ആയി പോയതുകൊണ്ടാണ് ആ ടേമിലേക്ക് നോക്കാത്തത്. therefore 5z പ്ലസ് 7 ബൈ z പ്ലസ് 2 ഇൻറ്റു z പ്ലസ് 3 ഇസ് ഈക്വൽ ടു എയുടെ സ്ഥാനത്ത് -3 ബൈ z പ്ലസ് 2, ബിയുടെ സ്ഥാനത്ത് പ്ലസ് 8 ബൈ z പ്ലസ് 3. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതല്ലായിരുന്നല്ലോ. z സ്ക്വയർ -1 ബൈ z പ്ലസ് 2 ഇൻറ്റു z പ്ലസ് 3 ഇസ് ഈക്വൽ ടു 1 മൈനസ് ഇപ്പോൾ കിട്ടിയ ആൻസറും കൂടെ ആകുമ്പം 1 മൈനസ് ഓഫ് മൈനസ് എന്ന് പറയുമ്പോൾ 1 മൈനസ് ഇങ്ങനെ എഴുതാം -3 ബൈ z പ്ലസ് 2 പ്ലസ് 8 ബൈ z പ്ലസ് 3. നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് നിർത്തിയിട്ടേ ഉള്ളൂ. നമ്മൾ ഇതുവരെ എന്ത് ചെയ്തില്ല, സീരീസിലേക്ക് എക്സ്പാൻഡ് ചെയ്തിട്ടില്ല. നമ്മുടെ ഫസ്റ്റ് ടേം എന്താ, മോഡ് z ലെസ് ദാൻ 3 എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ടേം. അപ്പോൾ നമുക്ക് മോഡ് z ലെസ് ദാൻ 3 എന്നുള്ള ഫസ്റ്റ് ടേം എടുക്കാം. മോഡ് z ലെസ് ദാൻ 3 എന്നുള്ള റീജിയൻ എടുത്തു. ഞാൻ എന്താ പറഞ്ഞിട്ടുള്ള ഇസഡിൻ്റെ നേരെ ലെസ് ദാൻ നിൽക്കുന്നുണ്ട്. ബട്ട് ഇപ്പുറത്ത് എന്തായിരിക്കണം 1 ആവാൻ വേണ്ടി എന്ത് ചെയ്യണം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ മോഡ് z ബൈ 3 ലെസ് ദാൻ 1. ഇസഡിൻ്റെ നേരെ ഇപ്പോൾ ലെസ് ദാൻ തന്നെ നിൽക്കുന്നത്, അപ്പുറത്തെ സൈഡ് 1 വന്നു. ഇനി നമ്മുടെ സീരീസ് എന്തായിരുന്നു, z സ്ക്വയർ മൈനസ് 1 ബൈ z പ്ലസ് 2 ഇൻറ്റു z പ്ലസ് 3 ഈസ് ഈക്വൽ ടു 1 മൈനസ് ബ്രാക്കറ്റിനകത്ത് എന്തൊക്കെയാണ്, -3 ബൈ z പ്ലസ് 2 പ്ലസ് 8 ബൈ z പ്ലസ് 3 -2 ബൈ z പ്ലസ് 3യും -2 ബൈ z പ്ലസ് 2വും അടുത്തെന്തായിരുന്നു പ്ലസ് 8 ബൈ z പ്ലസ് 3യും. ഓക്കെ, ഇതിനെയാണ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ളത്. നമുക്ക് നോക്കാം. ഇവിടെ ന്യൂമറേറ്ററിലാണ് ഇസഡ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, ന്യൂമറേറ്ററിൽ ഇസഡ് നിൽക്കണമെങ്കിൽ ഇസഡിൻ്റെ കൂടെയുള്ള ടേമിലെ കോൺസ്റ്റൻറ്റ് വേണം പുറത്തേക്ക് എടുക്കാനായിട്ട്. ഡിനോമിനേറ്ററിലാണ് ഇസഡ് നിൽക്കുന്നതെങ്കിൽ ഈ ടേമിൽ നിന്ന് നമുക്ക് ഇസഡാണ് പുറത്തേക്ക് എടുക്കേണ്ടത്. സോ 1 മൈനസ് ഓഫ് -2 ബൈ പുറത്തെടുക്കേണ്ട ആരെയാണ്, ന്യൂമറേറ്ററിൽ ഇസഡ് നിൽക്കുന്നതാണ്, കോൺസ്റ്റൻറ്റിനെ പുറത്തെടുക്കണം. സോ 2 പുറത്തേക്ക് എടുക്കുമ്പോൾ ഇത് z ബൈ 2 പ്ലസ് 1 എന്നായി. പ്ലസ് 8 ബൈ z പ്ലസ് 3 3യെ പുറത്തേക്ക് എടുക്കുമ്പോൾ അതെങ്ങനെയാണ് വരുന്നത്, z ബൈ 3 പ്ലസ് 1 എന്നുമായി. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ഓഫ് -2ൽ 2 2 ക്യാൻസൽ ആയില്ലേ, മൈനസ് ഓഫ് 1 പ്ലസ് z ബൈ 2 ദ ഹോൾ റൈസ് ടു -1. ഈ 1 പ്ലസ് x റൈസ് ടു -1 എന്നുള്ള ഫോമിലാക്കി. പ്ലസ് 8 ബൈ 3 ഇൻറ്റു 1ന് ആദ്യത്തെ ടേം ആയിട്ട് എഴുതുവാണേ 1 പ്ലസ് z ബൈ 3 ദ ഹോൾ റൈസ് ടു -1 എന്ന് എഴുതി. 1 plus x raised to -1 is equal to 1 minus x plus x square minus x cube plus etc. That is equal to 1 minus of, അകത്തേക്ക് മൈനസ് വരുമ്പോൾ ഇത് പ്ലസ് ആവും. 1 plus z raised to -1 ഞാൻ എക്സ്പാൻഡ് ചെയ്യുവാണേ. 1 minus z by 2 plus z by 2 the whole square minus z by 2 the whole cube plus etc. plus ഈ മൈനസും ഈ പ്ലസ് 8/3 കൂടി ചേർന്നത് -8/3 ഇൻറ്റു ഇതേപോലെ എക്സ്പാൻഡ് ചെയ്യുമ്പം 1 മൈനസ് z/3 പ്ലസ് z/3 ദ ഹോൾ സ്ക്വയർ മൈനസ് z/3 ദ ഹോൾ ക്യൂബ് പ്ലസ് എക്സെട്ര. ആൻസർ കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ട, ഇതിനെ നമുക്കിനി കൂടുതൽ എക്സ്പാൻഡ് ചെയ്യേണ്ട, സോൾവ് ചെയ്യാനൊന്നും നിൽക്കേണ്ട. നമ്മൾ ആ എക്സ്പാൻഷൻ എന്താണോ വരേണ്ടത് അത് ഇവിടെ വെച്ച് നിങ്ങൾ നിർത്തിയാൽ മതി. അപ്പോൾ ഓർമ്മിക്കേണ്ട കാര്യം എന്താ, ലോറൻസ് സീരീസിൽ നിന്ന് ടൈലർ സീരീസിൽ നിന്ന് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന എന്ത് ചെയ്യും, നമ്മൾ റേഞ്ച് എടുത്തിട്ട് ആ റേഞ്ചിന് നമുക്ക് എപ്പോഴും ഇസഡിന് നേരെ ലെസ് ദാൻ, ഇസഡ് ന്യൂമറേറ്ററിലോ ഡിനോമിനേറ്ററോ വന്നാൽ കുഴപ്പമില്ല, ഇസഡിന് നേരെ ലെസ് ദാൻ നിൽക്കുന്ന രീതിയിലും ഈ ഗ്രേറ്റർ ദാൻ എന്നുള്ള സിമ്പലിൻ്റെ നേരെ 1 നിൽക്കുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യും. അങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോബ്ലത്തിനകത്ത് നമ്മൾ നോക്കും, ഈ ഡിനോമിനേറ്ററിൽ ഇതുപോലെ ഒറ്റ ടേം ആയിരിക്കുമല്ലോ വരുന്നത്. ഇവിടെ ന്യൂമറേറ്ററിൽ ഇസഡാണ് നിൽക്കണമെങ്കിൽ എല്ലായിടത്തും ന്യൂമറേറ്ററിൽ ഇസഡ് നിൽക്കാൻ വേണ്ടി കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കും. ഡിനോമിനേറ്ററിലാണ് ഇസഡ് നിൽക്കുന്നെങ്കിൽ രണ്ടിടത്തും നമ്മൾ എന്തിനെ പുറത്തെടുക്കും, ഇസഡിനെ പുറത്തെടുക്കും. അങ്ങനെയാണ് നമ്മുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി ഈ പ്രോബ്ലം ഇവിടെ കഴിഞ്ഞില്ലല്ലോ, ഇതിനൊരു രണ്ടാമത്തെ പാർട്ട് കൂടെ ഉണ്ടായിരുന്നില്ലേ. സെക്കൻഡ് പാർട്ട് എന്തായിരുന്നു ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2 ലെസ് ദാൻ മോഡ് z ലെസ് ദാൻ 3. 2 ലെസ് ദാൻ
mod z less than 3. അപ്പോൾ നോക്കിയേ നമ്മുടെ z² minus 1 by 2 less than mod z less than 3 നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? 2 less than mod z എന്ന് എഴുതാം. പിന്നെ എങ്ങനെ എഴുതാം? mod z less than 3 എന്ന് രണ്ടായിട്ട് എഴുതാം. എപ്പോഴും ലെസ് ദാൻ്റെ നേരെ നിൽക്കേണ്ട z ആണ്. അപ്പോൾ 2 by mod z ലെസ് ദാൻ ഉണ്ടെന്ന് എഴുതി. മറ്റടുത്താണെങ്കിലോ mod z ന്യൂമറേറ്റർ നിൽക്കട്ടെ, ലെസ് ദാനിൻ്റെ നേരെ തന്നെയാണ് mod z നിൽക്കുന്നത്. ആ കോൺസ്റ്റൻ്റ് ആയ 3 ഞാൻ ഇപ്പുറത്തേക്ക് ഇടുന്നു, ലെസ് ദാൻ 1. അപ്പോൾ ഒരിടത്ത് ഇസഡ് ഡിനോമിനേറ്ററിലും മറ്റടുത്ത് ഇസഡ് ന്യൂമറേറ്ററിലും. അപ്പോൾ ആ രീതിയിൽ വേണം ഇവിടെ അറേഞ്ച് ചെയ്യാനായിട്ട്. ഇസഡ് ഡിനോമിനേറ്ററുള്ളതിൻ്റെ ന്യൂമറേറ്ററിൽ 2 ഉള്ളത്. അപ്പോൾ ഈ രണ്ട് ടേമിനകത്ത് 2 എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ 2 ഉള്ള ടേമിൽ നിന്ന് നമ്മൾ ആരെ പുറത്തേക്ക് എടുക്കണം? ഇസഡിനെ പുറത്തെടുക്കണം. അപ്പോൾ അവിടെ 2/z എന്നുള്ള ടേം കിട്ടും. അപ്പോൾ z/3 ആണ് അടുത്ത ടേമിലുള്ളത്. അപ്പോൾ നോക്കി ഇവിടെ z+3 ഉണ്ട്. ഈ ടേമിൽ നിന്ന് നമുക്ക് 3 കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണെങ്കിൽ z/3 എന്നുള്ള ടേമും കിട്ടും. അങ്ങനെ ഇത് ചെയ്യേണ്ടത്. സോ z² minus 1 by z+2 into z+3 is equal to minus 1 into minus of ബ്രാക്കറ്റിനകത്ത് -2 by ആരെ പുറത്തെടുക്കണം? ഇവിടെ z+2 ആണുള്ളത്. 2 എന്ന് പറയുന്ന ആളാരാ? ന്യൂമറേറ്ററിലാണ്. അപ്പോൾ അത് മാത്രമല്ല z എന്ന് പറയുന്നത് ഇവിടെ എന്താ? ഡിനോമിനേറ്റർ. z ഡിനോമിനേറ്ററിൽ വന്ന് ആരെ പുറത്തെടുക്കേണ്ടത്? z-നെ പുറത്തെടുക്കണം. സോ z പുറത്തേക്ക് എടുത്തു. അകത്ത് എങ്ങനെ വരും? z-ൻ്റെ സ്ഥാനത്ത് 1ഉം +2/z കണ്ടോ? നമ്മുടെ റേഞ്ച് പോലെ ആയത് കണ്ടോ? +8 അവിടെ z+3 ഉള്ളത്. എനിക്കിവിടെ z/3 ഉണ്ട്. z ന്യൂമറേറ്ററിലാണ് നിൽക്കുന്നത്. സോ 3 പുറത്തേക്ക് എടുക്കണം. 3 പുറത്തേക്ക് എടുക്കുമ്പോൾ അത് z/3 +1 എന്ന് വന്നു. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു 1 മൈനസ്, ഇനി നമ്മളിതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. -2/z ഇൻറ്റു ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ 1 + 2/z the whole raised to -1 plus 8/3 into z/3 plus 1 the whole raised to -1 അല്ലെങ്കിൽ 1 plus z/3 the whole raised to -1. എക്സ്പാൻഡ് ചെയ്യുമ്പം 1 minus of -2/z. അപ്പോൾ 1 plus 2/z into 1 plus 2/z raised to -1 ഈ ഫോമുലേസ് ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 minus 2/z plus 2/z the whole square minus 2/z the whole cube plus etc. plus 8/3 into 1 plus x raised to -1 ആണ്. അപ്പോൾ 1 minus z/3 plus z/3 the whole square minus z/3 the whole cube plus etc. ആൻസർ ആയി. നമ്മൾ ഓർമ്മിക്കേണ്ടത് ലോറൻസ് സീരീസ് വരുമ്പോൾ ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യണം. റേഞ്ച് ആണ് ഇമ്പോർട്ടൻറ്റ്. ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന റേഞ്ചിൽ എപ്പോഴും ലെസ് ദാൻ്റെ നേരെ ആയിരിക്കണം ഇസഡ് നിൽക്കേണ്ട, ഗ്രേറ്റർ ദാൻ്റെ നേരെ 1 നിൽക്കണം. ഈ ഇസഡ് ഡിനോമിനേറ്ററിൽ വേണേലും ആവാം, ഇല്ലെങ്കിൽ ന്യൂമറേറ്ററിൽ വേണേലും ആവാം. ഇസഡ് ഇസഡ് എന്നുള്ളത് ഡിനോമിനേറ്ററിലാണെങ്കിൽ ആരെ പുറത്തേക്ക് എടുക്കും? ടേക്ക് ഇസഡ് ഔട്ട് സൈഡ്. അതുപോലെ ഇസഡ് ന്യൂമറേറ്ററിലാണെങ്കിൽ എന്ത് ചെയ്യണം? ടേക്ക് കോൺസ്റ്റൻറ്റ് ഔട്ട് സൈഡ്. ഇതിങ്ങനെ ഓർത്ത് വെച്ചേക്ക്. ഈ ഒരൊറ്റ കാര്യം വെച്ചിട്ട് ലോറൻസ് സീരീസും ടൈലർ സീരീസും ചെയ്യാനാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി ലോറൻസ് സീരീസും ടൈലർ സീരീസും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ടൈലർ സീരീസ് എന്ന് പറഞ്ഞാൽ ഇസഡിന് എപ്പോഴും പോസിറ്റീവ് പവർ ആയിരിക്കും. നമുക്കിപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കാം. ഈ എക്സാമ്പിൾ നോക്കി ഇസഡ് എല്ലായിടത്തും ന്യൂമറേറ്ററിലാണ് നിൽക്കുന്നത്. z²/2 z² അങ്ങനെ ഇസഡ് ന്യൂമറേറ്ററിലാണ് നിൽക്കുന്നത്. എല്ലാ ടേമിലും ഇസഡ് ന്യൂമറേറ്റർ. അപ്പോൾ ഇത് ടൈലർ സീരീസാണ്. എന്നാൽ ഇത് ലോറൻസ് സീരീസാണ്. ഇസഡ് ന്യൂമറേറ്ററിലും വന്നിട്ടുണ്ട്, ഡിനോമിനേറ്ററിലും വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ടും വരുവാണെങ്കിൽ ഇസഡ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വരുന്ന രീതിയിൽ വരുവാണെങ്കിൽ ഇത് ലോറൻസ് സീരീസിലാണ്. ടൈലർ സീരീസ് എന്ന് പറഞ്ഞാൽ ഇസഡിന് എന്ത് പവർ മാത്രമേ കാണത്തുള്ളൂ? പോസിറ്റീവ് പവർ മാത്രമേ കാണത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളെ. എക്സ്പാൻഡ് f of z is equal to 1/z² as a Taylor series about z equal to 3. സ്റ്റേറ്റ് ദ റീജിയൻ ഓഫ് വാലിഡിറ്റി. നമുക്ക് ടൈലർ സീരീസ് ആണോ ലോറൻസ് സീരീസ് ആണോ എന്നുള്ള പ്രശ്നത്തിൽ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക? ഡയറക്റ്റ് ആയിട്ട് പ്രോബ്ലം. പക്ഷേ ഇതുവരെയുള്ള പ്രോബ്ലത്തിനകത്ത് നമുക്ക് റീജിയനാണ് വന്നിരുന്നത്. ഇങ്ങനെ mod z less than 3 എന്നുള്ള ഫോമിൽ വന്നിരുന്നത്. പക്ഷേ ഇവിടെ കണ്ട ഒരു പോയിൻ്റ് ആണ് നിൽക്കുന്നത് z equal to 3. അപ്പോൾ ഇതുപോലെ പോയിന്റ് തന്നെ നമ്മൾ ആലോചിക്കേണ്ടത് z equal to 3 z minus 3 equal to 0 എന്ന് ആലോചിച്ചൂടെ? ഈ ടൈലർ സീരീസ് എക്സ്പാൻഡ് ചെയ്യുമ്പം z എവിടെയൊക്കെ ഉണ്ടോ ആ സ്ഥലത്തെല്ലാം z തനിച്ചായിരിക്കത്തില്ല, z minus 3 എന്നുള്ള ഫോമിലായിരിക്കും അത് ഉണ്ടാവുക. അതായത് ക്വസ്റ്റ്യൻ f of z is equal to എന്തായിരുന്നു? 1/z². അപ്പോൾ z എന്ന ഒരാൾ തനിച്ച് നിൽക്കാൻ പാടില്ല. z equal to 3 അതായത് z minus 3 എന്നുള്ള ഫോമിൽ നിൽക്കാവൂ. വെറുതെ z-ൻ്റെ കൂടെ നമുക്ക് -3 കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഒരാളെ ചുമ്മാ മൈനസ് ചെയ്യണമെങ്കിൽ അതുപോലെ അയാൾ അവിടെ ആഡ് ചെയ്യുകയും വേണം. +3 -3 കൊടുത്താലേ അത് z² ഈക്വൽ ആവത്തുള്ളൂ. ഓക്കെ, ഇങ്ങനെ ഞാൻ എഴുതും ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഇതിൽ z minus 3 എൻ്റെ ഇവിടുത്തെ ടേം z equal to 3 നിന്ന് എനിക്ക് z minus 3 എന്നല്ലേ കിട്ടുന്നത്. അതുകൊണ്ട് അയാളെ ഒന്നിച്ച് നിർത്തി. ഇനി ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് എടുക്കുന്നത് 3യെ പുറത്തേക്ക് എടുക്കും. 3 പുറത്തേക്ക് എടുക്കുമ്പോൾ 3യുടെ സ്ഥാനത്ത് 1 വന്നു പ്ലസ് z minus 3/3 എന്നുള്ള ഫോമുലായി റൈസ് ടു ഇങ്ങനെ എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകും. സോ 1/3 into 1 plus
z minus 3 by 3 the whole raised to minus 1. Okay, that is equal to whole raised to the whole square ആയിരുന്നേ. The whole raised to അപ്പോൾ ന്യൂമറേറ്ററിൽ പോകുമ്പോൾ whole raised to minus 2. അപ്പോൾ നമുക്ക് ഫോർമുല അറിയാം 1 plus x raised to minus 2 എന്ന് പറഞ്ഞാൽ 1 minus 2x plus 3x square minus 4x cube plus എക്സെട്ര എന്നുള്ള രീതിയിലാണ് ഫോർമുല നിൽക്കുന്നത്. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1/3 ഇത് അവിടെ കിടപ്പുണ്ട്. 1 minus 2 into x. x എന്ന് പറയുന്നത് z minus 3/3 plus 3x square. x square എന്ന് പറയുന്നത് z minus 3/3 the whole square plus minus 4 into z minus 3/3 the whole cube plus etc. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിതുവരെ ലോറൻസ് സീരീസ് എന്ന് പറഞ്ഞ പ്രോബ്ലത്തിനകത്ത് ഈ റീജിയനാണ് എപ്പോഴും തരിക. മോഡ് z മൈനസ് 3 ലെസ് ദാൻ 3 എന്നുള്ള ഫോമിലായിരിക്കും ക്വസ്റ്റ്യൻ തരിക. അപ്പം നമ്മൾ എന്ത് ചെയ്യും, മോഡ് z മൈനസ് 3 ലെസ് ദാൻ 3 എടുത്തിട്ട് അതിനെ z മൈനസ് 3 ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ലെസ് ദാൻ 1 എന്നുള്ള ഫോമിൽ നിന്നിട്ട് നമുക്ക് തന്നേക്കുന്ന ഇക്വേഷനെ എല്ലാം ഇസഡിൻ്റെ സ്ഥാനത്തിൽ z മൈനസ് 3 കൊടുക്കും. ന്യൂമറേറ്ററിൽ z ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുത്ത് ഇതേപോലത്തെ ഫോമിലോട്ടാക്കി എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ ഇതുവരെ നമുക്ക് റീജിയൻ തന്നിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞു. ഇതിപ്പോൾ പോയിന്റ് തന്നിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞു. പോയിന്റ് തന്നിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറയുമ്പോൾ എന്ത് ചെയ്യണം, ആ ഇസഡ് എന്ന് പറയുന്നത് ഇസഡ് മൈനസ് ദാറ്റ് പോയിന്റ് എന്നുള്ള ഫോമിലാണ് എല്ലാ സ്ഥലത്തും നിൽക്കാനുള്ളത്. ഓക്കെ, ഇവിടുത്തെ റീജിയൻ ഫൈൻഡ് ചെയ്യാൻ പാടില്ല. ഹിയർ ദ റീജിയൻ ഓഫ് വാലിഡിറ്റി റീജിയൻ ഈസ് മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് 3/3 ലെസ് ദാൻ 1 ഓർ മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് 3 ലെസ് ദാൻ ഈ 3 അങ്ങോട്ടേക്ക് പോകുമ്പം 3 ആവും. ഇതാണ് ആൻസർ. ഇപ്പോൾ ടൈലർ സീരീസിനോ ലോറൻസ് സീരീസിനോ നമുക്ക് പ്രശ്നമില്ല. നമ്മൾ ആലോചിക്കുന്നത് എന്താ, എന്ത് ക്വസ്റ്റ്യൻ തന്ന് ഏത് സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ റേഞ്ച് ആണോ ഇങ്ങനെ മോഡ് ഇസഡ് ലെസ് ദാൻ 1 എന്നുള്ള ഫോമിലാണോ തന്നിരിക്കുന്നത്, അത് ഇസഡ് ഈക്വൽ ടു ഒരു പോയിന്റ് എന്നുള്ള ഫോമിലാണോ തന്നിരിക്കുന്നതെന്ന് നോക്കും. പോയിന്റ് എന്നുള്ള ഫോമില തന്നിരിക്കുന്നെങ്കിൽ ഇസഡ് മൈനസ് ദാറ്റ് പോയിന്റ് എന്നുള്ള ഫോമിൽ എക്സ്പാൻഡ് ചെയ്യും. ഇല്ല റീജിയനാണ് തന്നിരിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇസഡ് നിൽക്കുന്ന നേരെ ലെസ് ദാനും മറ്റു സൈഡിൽ 1 വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് ഇസഡ് ന്യൂമറേറ്ററിലുണ്ടെങ്കിൽ എല്ലാ ടേമിൽ നിന്നും നമ്മൾ എന്താ കോൺസ്റ്റന്റിനെ പുറത്തേക്ക് എടുക്കും. ഇസഡ് ഡിനോമിനേറ്ററിലുണ്ടെങ്കിൽ ആ ടേമിൽ നിന്ന് നമ്മൾ എന്തിനെ പുറത്തേക്ക് എടുക്കും, നമ്മൾ അവിടെ നിന്ന് ഇസഡിനെ പുറത്തെടുക്കും. ആ തരത്തിൽ എഴുതുക. ഇത്രയേ ഉള്ളൂ ലോറൻസ് ആൻഡ് ടൈലർ സീരീസ്. ഒരുപാട് പ്രാവശ്യം യൂണിവേഴ്സിറ്റി എക്സാം ചോദിച്ചിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ കൂടുതൽ പ്രോബ്ലം ഇൻഡക്ട് ചെയ്യാം. ഇനി നമുക്ക് പറയാനുള്ളത് സിംഗുലാരിറ്റീസ് ആണ്. അപ്പോൾ സിംഗുലാരിറ്റീസിലേക്ക് പോകാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സിംഗുലർ പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഡെഫിനേഷനോട്ട് എഴുതിയിട്ടുണ്ട്. എക്സാമിന് ഡിഫൈൻ സിംഗുലർ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചോദിക്കാറുണ്ട്. അതായത് ഒരു പോയിന്റിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അനലിറ്റിക് അല്ലാണ്ടാവുകയാണെങ്കിൽ, ഒരു പോയിന്റിൽ മാത്രം z = z0 എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഒരു ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാണ്ടാവുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ ഏത് പോയിന്റിലാണോ അങ്ങനെ അല്ലാണ്ടാവണേ ആ പോയിന്റിനെയാണ് സിംഗുലർ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് f(z) = 1/z - 3. ഇതിനെ ഡിനോമിനേറ്ററിന് 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ z = 3 എന്നൊരു പോയിന്റ് കിട്ടത്തില്ലേ, അത് ആ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എന്താ അത് 0 ആയി പോകണം. അപ്പോൾ ആ ഫംഗ്ഷൻ അത് എന്തല്ല, അനലിറ്റിക് അല്ല. അത് എങ്ങനത്തെ പോയിന്റിനെ നമ്മൾ എന്തെന്ന് പറയുന്നത് സിംഗുലർ പോയിന്റ്. അടുത്ത അതേപോലെ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി ഉണ്ട്. ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ എ പോയിന്റ് z = z0 is said to be isolated singularity if f of z is not analytic at z is equal to z0 and there exists a neighborhood of z equal to z0 containing no other singularity. അതായത് ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞ മീനിങ് എന്താ, തനിച്ചായി പോകുന്നത് അല്ലേ, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഒരു റീജിയനിൽ z equal to z0 എന്നൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ ആ ഫംഗ്ഷൻ അനലിറ്റിക് ആവുന്നില്ല. ആ പോയിന്റിൽ മാത്രമല്ല അതിൻ്റെ നൈബർഹുഡിൽ വേറെ എക്സിസ്റ്റ് നൈബർഹുഡ് ഓഫ് z equal to z0 കണ്ടെയ്നിങ് നോ അതർ സിംഗുലാരിറ്റി. ഇതല്ലാണ്ട് വേറെ ഒരു പോയിന്റും എന്തല്ല സിംഗുലർ പോയിന്റ് ആവത്തില്ല. അപ്പോൾ ഇത് സിംഗുലർ പോയിന്റ് ആണ്. z equal to z0 അനലിറ്റിക് അല്ല എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു സിംഗുലർ പോയിന്റ് ആണ്. അപ്പോൾ ആ ഒരു പോയിന്റ് മാത്രമേ എന്താവത്തുള്ളൂ, സിംഗുലർ പോയിന്റ് ആയിട്ട് കാണത്തുള്ളൂ. അതിൻ്റെ നൈബർഹുഡിൽ വേറെ ഒരു പോയിന്റും സിംഗുലർ പോയിന്റ് ആയിട്ട് ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഫംഗ്ഷനെ നമ്മൾ എന്തെന്ന് പറയുന്നത് ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി. അതിനൊരു എക്സാമ്പിൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. f of z = 1/z അനലിറ്റിക് ആണ്, എല്ലായിടത്തും അനലിറ്റിക് ആണ്. പക്ഷേ z = 0 എന്ന് പറയുന്ന പോയിന്റിൽ അതെന്തായി പോകും, f of z എന്ന് പറഞ്ഞാൽ 0 ആയി പോകും. അപ്പോൾ ആ പോയിന്റിൽ അതെന്തല്ല, അനലിറ്റിക് അല്ല. അപ്പോൾ f of z = 1/z ഈസ് അനലിറ്റിക് എവരിവെയർ എക്സെപ്റ്റ് അറ്റ് z is equal to 0. z = 0 മാത്രമാണ് അത് അനലിറ്റിക് അല്ല ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റിൽ അനലിറ്റിക് അല്ല. ബട്ട് അതിന് ചുറ്റുമുള്ള എല്ലാ പോയിന്റിലും എന്തുവാണ്, അനലിറ്റിക് ആണ്. അപ്പോൾ വേറെ സിംഗുലാരിറ്റീസ് ഒന്നും ഇല്ല. അങ്ങനത്തെ പോയിന്റ്സിനെയാണ് ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. ഡെഫിനിഷൻ നോക്കി വയ്ക്കുക, കാരണം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി 3 ടൈപ്പിലുണ്ട്. റിമൂവബിൾ സിംഗുലാരിറ്റി, പോൾ ആൻഡ് എസെൻഷ്യൽ സിംഗുലാരിറ്റി. അപ്പോൾ ഈ ഡെഫിനിഷൻ നമുക്ക് ചോദിക്കാറുണ്ട്. ഡിഫൈൻ സിംഗുലാരിറ്റി ആൻഡ് വാട്ട് ആർ ദ 3 ടൈപ്സ് ഓഫ് സിംഗുലാരിറ്റി എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പം ദ ടൈപ്സ് ഓഫ് ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് സിംഗുലാരിറ്റി എന്ന് പറഞ്ഞ് ചോദിച്ചാൽ നമ്മൾ ഈ 3 പറയണം. റിമൂവബിൾ സിംഗുലാരിറ്റി, പോൾ ആൻഡ് എസെൻഷ്യൽ സിംഗുലാരിറ്റി. അതെന്താന്ന് പറഞ്ഞാൽ
നോക്കിക്കേ, നമ്മുടെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ്റെ ഫോമുല ഞാൻ പറഞ്ഞു തന്നില്ലേ, ആ ഫോമുല ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്തപ്പോൾ പറഞ്ഞു തന്നു, പോസിറ്റീവ് പവർ ഉണ്ടെങ്കിൽ അത് ടൈലർ സീരീസ് ആണെന്നും പോസിറ്റീവും നെഗറ്റീവ് പവറും ചേർന്ന് വരുവാണെങ്കിൽ അത് ലോറൻസ് സീരീസ് ആണെന്ന് പറഞ്ഞു തന്നു. ലോറൻസ് സീരീസിൻ്റെ ഫോമുല നോക്കിക്കേ, ഇസെഡ് മൈനസ് ഇസെഡ് നോട്ട് റൈസ് ടു എന്നും ഉണ്ട്, ഇസെഡ് മൈനസ് ഇസെഡ് നോട്ട് റൈസ് ടു മൈനസ് എന്നും ഉണ്ട്. അതായത് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പവർ ഉണ്ട് ഇസെഡ് മൈനസ് ഇസെഡ് നോട്ടിന്. അപ്പോൾ അതാണ് ആ ലോറൻസ് സീരീസിന് തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പം റിമൂവബിൾ സിംഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഈ ലോറൻസ് സീരീസിനകത്ത് എഫ് ഓഫ് ഇസെഡിന് നെഗറ്റീവ് പവേഴ്സേ ഇല്ല എന്നുണ്ടെങ്കിൽ, നെഗറ്റീവ് പവർ ഇല്ലാതെ വരുന്നതാണ് ഞാൻ എന്തെന്ന് പറഞ്ഞാൽ ടൈലർ സീരീസ്. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ പറയുന്നത്. ലോറൻസ് സീരീസ് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും ആ എക്സ്പാൻഷനകത്ത് നെഗറ്റീവ് പവറേ ഇല്ലാണ്ട് നമുക്ക് എന്ത് കിട്ടുകയാണെങ്കിൽ സീരീസ് കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത് റിമൂവബിൾ സിംഗുലാരിറ്റി. നമ്മളിന്ന് അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ലോറൻസ് സീരീസ് അല്ലാതെ ടൈലേഴ്സ് ആണെന്ന്. ഈ പ്രോബ്ലത്തിൽ നോക്കിക്കേ, എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇസെഡിൻ്റെ പവർ എല്ലാം ഇവിടെ ന്യൂമറേറ്ററിലാണ് നിൽക്കുന്നത്, ഇവിടെ ഒരു നെഗറ്റീവ് പവർ പോലും ഇല്ല. അപ്പോൾ ഇവിടുത്തെ സിംഗുലാരിറ്റി എന്ത് സിംഗുലാരിറ്റിയാണ്? റിമൂവബിൾ സിംഗുലാരിറ്റി. ഇനി പോൾ എന്ന് പറഞ്ഞാൽ ലോറൻസ് സീരീസ് എന്ന് പറയുന്ന ആൾ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഫൈനൈറ്റ് നമ്പർ ഓഫ് നെഗറ്റീവ് പവേഴ്സ്, ചിലപ്പോൾ ഒരു ടേം 1/z ഇൻറ്റു ബാക്കി എല്ലാം മുകളിലായിരിക്കും, ഈ ഒരൊറ്റ ടേം മാത്രമായിരിക്കും ഡിനോമിനേറ്റർ നിൽക്കുന്നത്, ബാക്കി എല്ലാവരും ന്യൂമറേറ്ററിൽ പോകും. അപ്പോൾ ആ കേസിൽ നമുക്കവിടെ എന്തുവാണ്? ആ കേസ് എന്ന് പറയുന്നത് നമുക്ക് പോളാണ്. അതായത് ഫൈനൈറ്റ് നമ്പർ ഓഫ് സിംഗുലാരിറ്റി വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോൾ എന്ന് പറയുന്നത്. ഫൈനൈറ്റ് നമ്പർ ഓഫ് നെഗറ്റീവ് പവേഴ്സ്, ഫൈനൈറ്റ് നമ്പർ ഓഫ് നെഗറ്റീവ് പവേഴ്സ് വരുവാണെങ്കിൽ നമ്മളതിനെ പോൾ എന്ന് പറയും. ഓക്കെ, അടുത്ത് നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തെന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ സിംഗുലാരിറ്റി. എസെൻഷ്യൽ സിംഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇഫ് എ ലോറൻസ് സീരീസ് എഫ് ഓഫ് ഇസെഡ് ഹാസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് നെഗറ്റീവ് പവേഴ്സ്, നെഗറ്റീവ് പവേഴ്സ് എല്ലാം നെഗറ്റീവ് പവർ ആണെങ്കിൽ, ഒരുപാട് നെഗറ്റീവ് പവർ ഉണ്ട്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് നെഗറ്റീവ് പവേഴ്സ് ആണെങ്കിൽ അങ്ങനത്തെ സീരീസിന് നമ്മൾ പറയുന്നത് എന്തുവെന്നാൽ, അങ്ങനത്തെ സീരീസിനെ പറയുന്ന പേരാണ് നമ്മൾ എസെൻഷ്യൽ സിംഗുലാരിറ്റി. അപ്പോൾ എസെൻഷ്യൽ സിംഗുലാരിറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡിനോമിനേറ്റർ 1/z അങ്ങനെ വരുന്ന ഏതൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. അപ്പോൾ ആ കേസിലാണെങ്കിൽ അതെന്തുവാണ്? എസെൻഷ്യൽ സിംഗുലാരിറ്റി. അത് ഒന്നോ രണ്ടോ നെഗറ്റീവ് പവർ വന്നിട്ട് ബാക്കി എല്ലാം പോസിറ്റീവ് പവർ ആണെങ്കിൽ അതിനെ പറയുന്നതാണ് പോൾ. എല്ലാം മെജോറിറ്റി നെഗറ്റീവ് പവർ ആണെങ്കിൽ നമ്മൾ എന്നെ പറയുന്നതാണ് എസെൻഷ്യൽ സിംഗുലാരിറ്റി. അപ്പോൾ ഇതാണ് നമ്മുടെ 3 സിംഗുലാരിറ്റീസ്. എക്സാമിന് ചോദിക്കാറുണ്ട്. വിത്ത് എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. അപ്പം നിങ്ങൾ ഒരു എക്സാമ്പിളും കൂടി ഇതിന് നോക്കി വെച്ചേക്കണം. ഞാൻ ഇതിനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചു തരാം. ഇതിനകത്ത് ക്വസ്റ്റ്യനും ചോദിക്കാറുണ്ട്. ഫൈൻഡ് ദ സിംഗുലാരിറ്റി ഓഫ് f of z is equal to e raised to 1/z. e raised to z എന്ന് പറഞ്ഞാൽ 1 plus z by 1 factorial plus z square by 2 factorial plus z cube by 3 factorial plus etc. അപ്പോൾ e raised to 1/z എന്ന് പറഞ്ഞാൽ 1 plus 1/z by 1 factorial plus 1/z the whole square by 2 factorial plus 1/z the whole cube by 3 factorial plus z. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എല്ലാ ടേമിലും z ന്യൂമറേറ്ററിലാണോ ഡിനോമിനേറ്ററിലാണോ? ഡിനോമിനേറ്ററിൽ z എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? z-ന് നെഗറ്റീവ് പവർ വന്നു. z-നെ ന്യൂമറേറ്ററിൽ കൊണ്ടുപോകുമ്പോൾ z റൈസ് ടു മൈനസ് എന്ന് വരത്തില്ലേ? അപ്പോൾ ഇവിടെ എല്ലാ z-നും നെഗറ്റീവ് പവറാണ്. അപ്പോൾ ഈ 3 കേസിൽ ഏതാ വരണേ? എല്ലാം പോസിറ്റീവ്, നെഗറ്റീവ് പവേഴ്സേ ഇല്ല എന്നുള്ള കേസാണ് റിമൂവബിൾ. 1-2 പേർക്ക് മാത്രം നെഗറ്റീവ് പവർ വന്നാൽ അത് പോള്. മെജോറിറ്റി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് നെഗറ്റീവ് പവേഴ്സ് വരികയാണെങ്കിൽ അത് എസെൻഷ്യൽ സിംഗുലാരിറ്റി. അപ്പോൾ നമുക്കിത് ഏതാ കേസ്? എല്ലാം ഒരുപാട് z എന്തൊക്കെയുണ്ടോ അതെല്ലാം എന്തുവാണ്? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് നെഗറ്റീവ് പവേഴ്സ് ആണ്. അപ്പോൾ ഇതെന്ത് സിംഗുലാരിറ്റിയാണ്? therefore ഇത് ഇവിടുത്തത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് നെഗറ്റീവ് പവേഴ്സ് ആണ്. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് നെഗറ്റീവ് പവേഴ്സ്. therefore z equal to 0 is essential singularity. ഇത് എക്സാമിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, എനിക്ക് z equal to 0 ഇപ്പോൾ ഇവിടുന്ന് കിട്ടുക ഈ 1/z-ൽ z-ന് 0ക്ക് ഇക്വേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന പോയിന്റിനല്ലേ സിംഗുലാരിറ്റി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ z equal to 0 എന്ന് പറയുമ്പോൾ വേറെ പോയിന്റ് z മൈനസ് എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ z equal to 0 എന്ന് പറയുമ്പോൾ എന്ത് തന്നെയാണ്? ഇവിടെ നമുക്ക് എസെൻഷ്യൽ സിംഗുലാരിറ്റി. വേറൊരു പ്രോബ്ലം കൂടി ചെയ്ത് കാണിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ കാണിക്കട്ടെ. f of z is equal to sin z by z. ഓക്കെ, നമുക്ക് sin z-നെ എക്സ്പാൻഡ് ചെയ്യാൻ അറിയാം. z മൈനസ് z ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് z റൈസ് ടു 5/5 ഫാക്ടോറിയൽ മൈനസ് z റൈസ് ടു 7/7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എഫ് ഓഫ് z ഇസ് ഈക്വൽ ടു സൈൻ z ബൈ z എന്ന് പറഞ്ഞാൽ 1/z ഇൻറ്റു സൈൻ z എക്സ്പാൻഷൻ z മൈനസ് z ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് z റൈസ് ടു 5/5 ഫാക്ടോറിയൽ മൈനസ് z റൈസ് ടു 7/7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്നാ. 1/z അകത്തേക്ക് വരുമ്പോൾ ഇതെങ്ങനെയായി മാറും? 1 മൈനസ് z സ്ക്വയർ ബൈ 3 ഫാക്ടോറിയൽ
plus z raised to 4 by 5 factorial minus z raised to 6 by 7 factorial plus etc. z എന്ത് പവറില്ല, ഇവിടെ നെഗറ്റീവ് പവറേ ഇല്ല, എല്ലാം എന്താണ് പോസിറ്റീവ് പവേഴ്സ് ഓൺലി. z ഹാസ് ഓൺലി പോസിറ്റീവ് പവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? പോസിറ്റീവ് പവേഴ്സ് മാത്രം വരികയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് നമ്മൾ റിമൂവബിൾ സിംഗുലാരിറ്റി. Therefore z equal to 0 is removable singularity. ഓക്കെ, അടുത്ത ഇതേപോലെ നമുക്ക് f of z is equal to, അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. f of z is equal to e raised to z by z. e raised to z എക്സ്പാൻഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. എന്താ e raised to z എന്ന് പറഞ്ഞാൽ 1 plus z by 1 factorial plus z square by 2 factorial plus z cube by 3 factorial plus etc. അപ്പോൾ ഈ f of z is equal to e raised to z by z എന്ന് പറഞ്ഞാൽ 1 by z into 1 plus z by 1 factorial plus z square by 2 factorial plus z cube by 3 factorial plus etc. ഈ 1 by z അകത്തേക്ക് കൊടുക്കുമ്പോൾ ഇത് 1 by z plus 1 plus z by 2 factorial plus z square by 3 factorial plus etc. എന്നാവും. നോക്കിക്കേ, ഇവിടെ ഒരേ ഒരു ടേമിന് മാത്രമേ നെഗറ്റീവ് പവർ ഉള്ളൂ. ഒരേ ഒരു ടേമിന് മാത്രം നെഗറ്റീവ് പവർ എന്ന് പറയുമ്പം ഇൻഫിനിറ്റ് അല്ല, ഫൈനൈറ്റ് നമ്പർ ഓഫ് നെഗറ്റീവ് പവേഴ്സ്. ഫൈനൈറ്റ് നമ്പർ ഓഫ് നെഗറ്റീവ് പവേഴ്സ് വരുമ്പോഴാണ് എന്തെന്ന് പറയുന്നത്? z equal to 0 ഈസ് എ ഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഫൈനൈറ്റ് നമ്പർ ഓഫ് നെഗറ്റീവ് പവേഴ്സ്. നെഗറ്റീവ് പവർ, സെറ്റിൻ്റെ നെഗറ്റീവ് പവർ ഫൈനൈറ്റ് ആണ്, ആകെ ഒരാളേ ഉള്ളൂ, 1/z ഉള്ളൂ. ഇവിടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് റെസിഡ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ചില സമയത്ത് റെസിഡ്യൂ എന്ന് പറയുന്നത്, റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസെറ്റിനെ നമുക്ക് വേണമെങ്കിൽ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഡ് ചെയ്തിട്ട് കോയിഫിഷ്യൻ്റ് ഓഫ് 1/z എന്നുള്ള ഫോമിൽ എടുക്കാം. അപ്പോൾ ഈ പ്രോബ്ലത്തിനകത്ത് റെസിഡ്യൂ എന്ന് പറഞ്ഞ് നമുക്ക് എഴുതുവാണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1/zൻ്റെ കോയിഫിഷ്യൻ്റ് 1 ആണ്. അപ്പം ഡിനോമിനേറ്റർ ഇല്ലാതെ ഒരു പ്രോബ്ലം തന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഇവിടെ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാൻ പറയുവാണെങ്കിൽ, അതിന് ഇനി പഠിപ്പിക്കാനുള്ള കാര്യമാണ്, പക്ഷേ ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. ഡിനോമിനേറ്റർ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് നിങ്ങളെടുത്ത് റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ആ ടേമിന് ന്യൂമറേറ്ററിനെ അങ്ങ് എക്സ്പാൻഡ് ചെയ്തിട്ട് എവിടെയെങ്കിലും ഒരു 1/z ഉണ്ടെങ്കിൽ അതിൻ്റെ കോയിഫിഷ്യൻറ്റിനെ എടുത്ത് എഴുതിയാൽ മതി. അതാണ് റെസിഡ്യൂ എന്ന് പറയുന്നത്. അതിനി പഠിപ്പിക്കുന്ന ടേമിനുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. 1/z മൈനസ് സൈൻ z. സൈൻ zൻ്റെ എക്സ്പാൻഷൻ ഞാനിപ്പോൾ പറഞ്ഞാണല്ലോ. അപ്പോൾ ഇതിനെ നമുക്ക് 1/z മൈനസ് ഓഫ് സൈൻ z എന്ന് പറഞ്ഞാൽ z മൈനസ് z ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് z റൈസ് ടു 5/5 ഫാക്ടോറിയൽ മൈനസ് z റൈസ് ടു 7/7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്നാണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു z മൈനസ് z അങ്ങ് പോകത്തില്ലേ, മൈനസ് അകത്തേക്ക് വരുമ്പോൾ ബാക്കി എന്താ ഉള്ളത്? 1/ മൈനസ് അകത്തേക്ക് പോകുമ്പം z ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ മൈനസ് z റൈസ് ടു 5/5 ഫാക്ടോറിയൽ, അടുത്തെന്താ പറയുന്നത്? പ്ലസ് z റൈസ് ടു 7/7 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര എന്ന് വരും. അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ z ക്യൂബിനെ പുറത്തേക്ക് എടുത്താൽ ഇത് 1/z ക്യൂബ് ഇൻറ്റു ഇനി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് റെസിഡ്യൂ ആണ്. അപ്പോൾ റെസിഡ്യൂ തിയറി യൂസ് ചെയ്തിട്ട് ഇൻറ്റഗ്രേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു മെത്തേഡ് നമുക്ക് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ പഠിക്കാനുള്ളത് പിന്നെ എന്തുവാ ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞിട്ട് 3 ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ ആ 3 ടൈപ്പിലെ പ്രോബ്ലം കൂടെ ഈ 3rd and 4th മൊഡ്യൂളിൽ നമുക്കിനി ബാക്കിയുള്ളൂ.